പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സന്തോഷം, സമാധാനം, വന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശുദ്ധ കുർബാന തക്സാകളിൽ ഒന്നായ അബ്രഹാം നഖശീർത്തോനോ എന്ന പിതാവ് എഴുതിയ ഒരു കുർബാന ക്രമമുണ്ട്, കുർബാന തക്സായുണ്ട്. ആ തക്സായിൽ 4-ാം ദുബ്ദേൻ കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആചാര്യൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: ദൈവമായ കർത്താവേ, നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒന്ന്, the blessed company of the saints, and also the protection of our souls in the tents, in the holy tents of the saints. പരിശുദ്ധന്മാരുടെ കൂടാരങ്ങൾ, പരിശുദ്ധന്മാരുടെ സമൂഹം. ഇവിടെ പരിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ് 4-ാം ദുബ്ദേൻ കഴിഞ്ഞ്. 4-ാം ദുബ്ദേൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തോലിക കാലത്തുള്ള പരിശുദ്ധ കന്യകമറിയാം മുതലുള്ള പരിശുദ്ധരെ ഓർക്കുകയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധരെ പ്രത്യേകിച്ചു. ആ പരിശുദ്ധരെ പേര് ചൊല്ലി ഓർത്തു കഴിഞ്ഞ ശേഷം ആചാര്യൻ അതിനെ പ്രതിസ്പന്ദിച്ചുകൊണ്ട് ഉറക്കെ ചൊല്ലുകയാണ് ഈ പ്രാർത്ഥനയിൽ: നിൻ്റെ പരിശുദ്ധന്മാരുടെ സമൂഹത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അവരുടെ കൂടാരങ്ങളിൽ ഞങ്ങളെ പാർപ്പിക്കണമേ. നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഭാഗധേയം എന്ത് എന്ന ചോദ്യം, അതിനുത്തരം ഇവിടെ തരുന്നുണ്ട്. എന്താണ് ആ ഉത്തരം? നമ്മൾ ഇവിടം വിട്ട് കഴിഞ്ഞാൽ, ഇവിടെയാകുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിലായിരിക്കുന്ന പലരുമായുള്ള സഖിത്വമുണ്ട്, അവരുടെ സമൂഹത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. എന്നാൽ ഈ ലോകം വിട്ട് കഴിഞ്ഞാലോ, സാധാരണയായി നാം ചിന്തിക്കുന്നത് ഈ ലോകം വിട്ട് കഴിയുമ്പോൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും? ഇതേ സംബന്ധിച്ച് ഒരു രൂപം പലപ്പോഴും ഏറിയ പങ്കും മനുഷ്യർക്കില്ല. വിശ്വാസികളായ നമുക്ക് പോലും ആഴമായ ഒരു അവബോധം ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ദർശനം നമ്മളുടെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്: നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഈ പരിശുദ്ധൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മളോട് പറയുകയാണ്, ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നാം പരിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിലാണ്. അവരുടെ സമൂഹത്തിലും അവരുടെ സാന്നിധ്യത്തിൻ്റെ നടുവിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തെ അഭിമുഖീകരിച്ച് ജീവിക്കും, ദൈവത്തെ വിളിച്ച് നമ്മൾ ജീവിക്കും. അപ്പോൾ ദൈവം നമ്മളുടെ അടുക്കലേക്ക് വരും. ദൈവം നമ്മളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന മാലാഖമാരും പരിശുദ്ധരും ഇറങ്ങി വന്ന് നാമമായുള്ള സഖിത്വത്തിലാവും. ശരിയല്ലേ? താബോർ മലയിൽ കർത്താവ് രൂപാന്തരപ്പെട്ടു. ദൈവവുമായുള്ള, പിതാവാം ദൈവവുമായുള്ള പ്രാർത്ഥന ആഴമായി തീർന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് യേശുക്രിസ്തുവിൻ്റെ മുഖവും ശരീരം മുഴുവനും നിറഞ്ഞു. അപ്പോൾ മോശയും ഏലിയായും
സാധാരണ മരണം പ്രാപിച്ച മോശയും ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയായും ആ പരിശുദ്ധന്മാർ അവരുടെ പ്രതിനിധിയായി മോശ ഏലിയായും ഇറങ്ങി വന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യേശു ക്രിസ്തുവും ഈ പരിശുദ്ധരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, യെരുശലേമിൽ സംഭവിക്കാനുള്ള യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ചും അതേ തുടർന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചും അവർ സംസാരിക്കുകയായിരുന്നു എന്നാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക. പരിശുദ്ധന്മാരുടെ സമൂഹത്തിന് ആ അനുഗ്രഹകരമായ കമ്മ്യൂണിക്കേഷൻ, അവരുമായുള്ള സംസർഗവും അവരുമായുള്ള സംസാരവും കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ്, അത് വളരെ പ്രത്യേകമായ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ, ഈ ലോകം വിട്ടു കഴിഞ്ഞ ശേഷം, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പ്രത്യേകമായി ഓർത്തതുപോലെ, ഈ ലോകം വിട്ടു കഴിയുമ്പോൾ ഈ പരിശുദ്ധരുടെ സംസർഗവും അവരുടെ സാന്നിധ്യവും അവരുടെ പ്രത്യേകമായ ആ സംസർഗത്തിൻ്റെ അവസ്ഥയും നമുക്ക് ദൈവസാന്നിധ്യത്തിലുണ്ടാകുന്നു. ഈ ലോകം വിട്ട് ദൈവസാന്നിധ്യത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവിടെ ദൈവസാന്നിധ്യത്തിലായിരിക്കുന്ന പരിശുദ്ധന്മാരുമായുള്ള ആഴമായ സംസർഗത്തിലേക്ക് നമ്മൾ ഉൾപ്രവേശിക്കുകയാണ് എന്ന് പ്രത്യേകം നാം ഓർക്കണം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. വെളിപാട് പുസ്തകമാണ് 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവസന്നിധിയിലെ ദൈവനഗരം, യെരുശലേം നഗരം എന്നവിടെ പേര് കൊടുത്തിരിക്കുന്നു. ഈ ലോകത്തിലെ യെരുശലേമിനെ കുറിച്ചല്ല, സ്വർഗീയ യെരുശലേമിനെ കുറിച്ചാണ്. ആ സ്വർഗീയ യെരുശലേം ദൈവസാന്നിധിയിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ലോകത്തിൽ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമായുള്ള കൂട്ടായ്മയിലാവുന്നു. ദൈവത്തിൻ്റെ കൂടാരം, ദൈവം വസിക്കുന്ന ആ ഇടം ലോകത്തിലേക്ക് വന്ന് മനുഷ്യരുമായി ചേർന്ന്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവവുമായുള്ള സംസർഗം, പരിശുദ്ധന്മാരുമായുള്ള സംസർഗം, ആഴമായ ഒരനുഭവത്തിലേക്ക് നമ്മൾ ഉൾപ്രവേശിക്കുകയാണ് എന്ന് ഈ പ്രാർത്ഥനയിലൂടെ അബ്രഹാം നഹശീർത്തോനോ എന്ന പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമവായന, വിശുദ്ധ കുർബാനയിൽ പഴയ നിയമവായനയ്ക്ക് മുമ്പായി നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി എന്ന് പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പഴയ നിയമവായനകൾ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് പറയും. നീതിമാന്മാരുടെ കൂടാരം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നീതിമാന്മാരുടെ കൂടാരം എന്നുള്ളതിൻ്റെ രണ്ടർത്ഥതലമുണ്ട്. ഒന്ന്, വിശ്വാസികളായ ദൈവമക്കൾ എല്ലാവരും കൂടെ ദൈവഭവനമാകുന്ന കൂടാരത്തിൽ ഒത്തുകൂടുക, സമാഗമന കൂടാരം. പഴയ നിയമത്തിലെ ദേവാലയത്തിൻ്റെ ആദിരൂപമാണ് സമാഗമന കൂടാരം. അവിടെ ദൈവവും മനുഷ്യരും തമ്മിൽ ഒത്തുകൂടുന്ന സമാഗമന കൂടാരമാണ്. അത് നീതിമാന്മാരുടെ കൂടാരമാണ്. വിശുദ്ധ കുർബാനയിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യരോടുകൂടെ വസിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ കൂടാരം, നീതിമാന്മാരുടെ കൂടാരം, ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതൊരവസ്ഥയാണ്. അതേസമയം തന്നെ വേറൊരവസ്ഥ, ഈ ലോകം വിട്ടു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. അവിടെയും ദൈവത്തിൻ്റെ കൂടാരത്തിൽ നമുക്കും ഒരിടമുണ്ട്. അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധന്മാരും നീതിമാന്മാരുമായി സംസർഗത്തിലായി, കൂട്ടായ്മയിലായി നാം ദൈവതിരുസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നു.
ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ശരീരം, നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ വസ്ത്രം, നമ്മളുടെ വിദ്യാഭ്യാസം, ഈ ലോകത്തിലെ മറ്റ് സമ്പാദ്യങ്ങൾ, ഭവനം, സമ്പത്ത് എന്നിങ്ങനെയുള്ള ധനം, അതേക്കുറിച്ചൊക്കെ മാത്രമേ നമ്മൾ ഏറിയ പങ്കും ചിന്തിച്ചു പോകുന്നുള്ളൂ. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു വലിയ മൂല്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്താണ് ആ മൂല്യം? ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിൽ, ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചതുപോലെ ദൈവവുമായുള്ള ആ സംസർഗം, ആ സമൂഹമെന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹം മാത്രമല്ല, ദൈവവും ദൈവസന്നിധിയിൽ നിൽക്കുന്ന മാലാഖമാരും പരിശുദ്ധരും അടങ്ങുന്ന സ്വർഗീയ സമൂഹം, ആ സമൂഹം നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെയും ചേർത്ത് നിർത്തുകയാണ്. നാം മരണം വഴിയായി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ ദൈവികമായ ദൈവസാന്നിധ്യവും പരിശുദ്ധന്മാരുടെ സാന്നിധ്യവും ആ വലിയ സമൂഹത്തോടെ നമ്മളും ഉൾച്ചേരുകയാണ്, ഉൾപ്രവേശിക്കുകയാണ്. അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പൂർണ്ണ രൂപം നമ്മളുടെ മനസ്സിലേക്ക് വരുവാൻ ആവശ്യമാകുന്നുവെന്നാണ് ഈ പ്രാർത്ഥന പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഗീവർഗീസ് സഹദ ഈ ലോകം വിട്ട് ആ വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം പരിശുദ്ധൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഈ ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയാണ്, ഒരു പുതിയ അർത്ഥം നൽകുകയാണ്, ഒരു പുതിയ മാനം നൽകുകയാണ്. സാധാരണയായി ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ലോകം മാത്രമെന്നുള്ള സങ്കല്പം, അതിലുമുപരിയായി ഇന്ദ്രിയതീതമായ ഈ ലോകത്തിൻ്റെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിച്ചറിയുന്നതും തൊട്ടറിയുന്നതുമായ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിനും അപ്പുറത്തേക്കുള്ള ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മളും പ്രവേശിക്കുന്നു. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ലോക ജീവിതം വിട്ട് നമ്മൾ മരണം വഴിയായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ രുചിച്ചറിഞ്ഞ ഒരു പരിശുദ്ധൻ്റെ ഓർമ്മയാണ്, ഗീവർഗീസ് സഹദായുടെ ഓർമ്മയാണ് ഈ ദിവസങ്ങളിലെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പുരാതന സഭകൾ അനുഗ്രഹകരമായി പൂർത്തീകരിച്ചത്. കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആഴമായി പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തെ സംബന്ധിച്ചൊരു പൂർണ്ണ സങ്കല്പം, ദർശനം ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർക്കാം. ദൈവകൃപ നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത കാവലും കോട്ടയുമായി ഭവിക്കുമാറാകട്ടെ.